ഹലോ ഗൈസ്, അടുക്കളയിൽ എനിക്ക് ആക്കൂട്ടറിയാവുന്ന രണ്ട് പരിപാടി, ഒന്ന് കട്ടൻ ചായ വെക്കലും പിന്നെ അതേ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പരിപാടിയും 95% എന്നോടാണ് ചെയ്യാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ടൊന്നും പഠിക്കാത്തത്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ തലയിലാവും. എന്നാലും ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതൊക്കെ എപ്പോഴാ ആവശ്യം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എല്ലാവരും അബ്രോഡ് പോകാൻ നോക്കുന്നവരല്ലേ, അപ്പൊ എന്തായാലും ഇതൊക്കെ ആവശ്യം വരും. എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കട്ടൻ ചായ ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാലോ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കാര്യമാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോട്ടാ. അല്ല, ഇക്കൂട്ടത്തിൽ പാചകം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ പാചകമൊന്നും ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ വല്ലതും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് തീർക്കണത് അവനായിരിക്കും. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോ. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന വിഭവങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ. അതായത് നിങ്ങളുടെ മാസ്റ്റർ പീസ് ഐറ്റം. വേറെ ഒന്നിനല്ല, ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നമുക്ക് നോക്കാലോ. പണ്ട് എന്റെ ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റം ഉരുളക്കിഴങ്ങ് നൈസായിട്ട് ചെത്തിയിട്ട് അത് എണ്ണയിലിട്ട് പൊരിക്കണതായിരുന്നു. പണ്ട് വീട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കറി ആകുമ്പോൾ ചേച്ചി അത് ഉണ്ടാക്കാറുണ്ട്. അന്നൊക്കെ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ആൾ ഇത്തിരി മെയിൻ ആയി, ഇപ്പൊ ഏകദേശം എല്ലാ കറികളും ഉണ്ടാക്കാറിയാട്ടാ. എന്താ ചെയ്യാ, കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. ഇനി എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഒന്ന് ഉണ്ടാക്കി തരാൻ പറയണം. പിന്നെ എന്റെ ഓംലേറ്റ് ആരും നോക്കണ്ട, മറിച്ചിട്ടപ്പോ ചെറുതായിട്ട് ഒരു പീസ് ഒന്നും മടങ്ങിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനൊരു ചെറിയ പീസ് മുറിച്ച് കഴിക്കുന്നുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയതിനുള്ള കമ്മീഷൻ ആണ് കേട്ടോ. അപ്പൊ ശരി, സബ്സ്ക്രൈബ് ചെയ്ത പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ.